എങ്ങനെയാണ് ക്രിയാശക്തി തലത്തിൽ നമ്മളുടെ ലക്ഷ്യം അപ്ലൈ ചെയ്യുന്നത്? മനസ്സിലല്ലേ? ക്രിയാശക്തി തലത്തിൽ ലക്ഷ്യം എന്ത് ചെയ്യണം? നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരന്മാർ, ലോകത്ത് വിജയിച്ചിട്ടുള്ള, അച്ചീവ് ചെയ്തിട്ടുള്ള, അവരാരും നിഷേധിക്കാത്തൊരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. ആകർഷണ നിയമം. ആകർഷണ നിയമം എന്ന് പറയും. അതായത് അതാണ് ഇതിൻ്റെ കാന്തികപരമായ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് നമ്മൾ ഈ പ്രകൃതിയും പ്രപഞ്ചവും നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിത്തരുന്നതിന് വേണ്ടി അദൃശ്യമായിട്ടൊരു പ്രവർത്തനം ചെയ്യും, ഒരു വർക്ക് ചെയ്യും. അപ്പോൾ പ്രകൃതിയും പ്രപഞ്ചവും നേരിട്ട് നമ്മളെ അതിലേക്ക് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള, ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാവരും, നിങ്ങൾ ടി വിയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ നമ്മൾ അവിടെ ചെന്ന് എത്തുമെന്ന് പറയുന്ന ആ ഡയലോഗ്, ആ ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ക്രിയാശക്തി തലത്തിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ ക്രിയാശക്തി തലത്തെ ഒരു മനുഷ്യന് സ്വന്തമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പരുവപ്പെടുത്തിയെടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതവിടെ അങ്ങനെ ഇതിനെ നമ്മൾ ഇങ്ങനൊരു അറിവ് പറഞ്ഞു തരിക എന്നുള്ളതല്ല ഈ കോഴ്സിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളെ ഈ അറിവിൽ നിന്ന് അനുഭവങ്ങളിലേക്ക് നമ്മൾ തുടക്കം തന്നെ ആദ്യം തന്നെ ഉണ്ട്. അറിവെന്ന് പറയുന്ന ഒരു വെളിച്ചമാണെങ്കിൽ അനുഭവം എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. മനസ്സിലല്ലേ? അതാണ് അനുഭവം ഗുരു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വയം അനുഭവിച്ച് തന്നെ ഇതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഏരിയയാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്രിയാശക്തി തലത്തിൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആകർഷണ നിയമത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാം, വിജയത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ ഈ ആകർഷണ ശക്തി ഉപയോഗിക്കാം എന്ന് നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ക്രിയാശക്തി തലത്ത് നമുക്ക് കൂടുതൽ പൂർണ്ണമായും ആത്മവിശ്വാസമായും സംശയമില്ലാതെ ഏത് കാര്യത്തെ വിശ്വസിക്കാൻ കഴിയുമോ അത് നമ്മളിലേക്ക് വന്ന് ഭവിക്കും. നമ്മൾ ഒരു ഓൺലൈനിലൊരു ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ സംശയമില്ല, കാരണം അത് വരും, അത് നമ്മളിലേക്ക് എത്തും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്തും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ദരിദ്രനായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ഹെവി ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, ചിന്തിക്കുക. പിന്നെ നമ്മൾ 10ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാതെ നമുക്ക് നാളെ നേരം വിളിക്കുമ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്നൊന്നും അത്തരം ലോജിക്കില്ലാത്തതല്ല. പക്ഷേ നമുക്ക് പണം ആഗ്രഹിക്കാം, വലിയ വാഹനങ്ങൾ ആഗ്രഹിക്കാം, ഇതൊക്കെ ആഗ്രഹിക്കാം. കാരണം അത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഈ ക്രിയാശക്തി തലത്തിന് കഴിയും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് ലോജിക്കായിട്ടുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് ചിന്തിക്കുക. ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും ടോപ്പ് എത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ലക്ഷ്യം ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് ഈ ക്രിയാശക്തി തലത്തിൽ വരുന്നത്. മനസ്സിലല്ലേ? അതായത് നമ്മിലുള്ള തീവ്രമായ ആഗ്രഹമായാലും ഭയമായാലും നമ്മൾ എന്തായാലും ശരി അത് നമുക്ക് നേടിത്തരും. ഉദാഹരണം, നമ്മുടെ ഉള്ളിൽ സ്നേഹമാണ് കൂടുതൽ, നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മളെത്തും. നമ്മളുടെ മനസ്സിൽ ക്രോധവും വൈരാഗ്യവും ശത്രുതയുമാണ് നമ്മളിലുള്ളെങ്കിൽ അത്തരം ആൾക്കാരിലേക്ക് നമ്മളെത്തും. നമുക്ക് നേരത്തെ നമുക്ക് പ്രേമമാണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരിലേക്ക് നമ്മളെത്തും. നമുക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഭയമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെത്തും. ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണോ നമ്മളെ ഉള്ളിലുള്ളത് അതിലേക്ക് നമ്മളെത്തും. ആഗ്രഹം മീൻസ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഫീലിങ്സും ഇമാജിനേഷനോടും കൂടി ചിന്തിക്കുന്ന കാര്യത്തെയാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ നല്ല കാര്യങ്ങൾ മാത്രമല്ല. ആഗ്രഹങ്ങളെന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ ക്രിയാശക്തി തലത്തിന് നേടിത്തരാൻ പറ്റും. എനിക്ക് ഡെവലപ്പ് ആവണോ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. നമ്മൾ ദുഃഖത്തെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും കടത്തെക്കുറിച്ചും കഷ്ടപ്പാടിനെക്കുറിച്ചും ആപത്തിനെക്കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ, അല്ല അത് അല്പം ഒരിക്കലും ചിന്തിക്കുന്ന, പക്ഷേ അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഏതാണോ, അത് നമ്മൾ കൂടുതൽ ഇമാജിനേഷൻ ചെയ്യുന്ന ഏതാണോ അതായിരിക്കും
നമ്മളിലേക്ക് എത്തുക. ഓക്കെ, അതുകൊണ്ട് അതായത് നമ്മളെ ബ്രെയിനിൽ ഈ ക്രിയാശക്തി തലം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഏതാണോ വിജയത്തെക്കുറിച്ചാണ് കിടക്കുന്നതെങ്കിൽ ആ നമ്മുടെ മനസ്സിൻ്റെ ചായ്വ് വിജയത്തിലേക്കായിരിക്കും പോകുന്നത്. അതേസമയം പരാജയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പരാജയത്തിലേക്കായിരിക്കും. ഇത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് വിജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ എന്ന് സ്വയം പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഓരോ തവണ ഈ ചായ്വിന് വിധേയമാകുമ്പോഴും, അതായത് നമ്മൾ പരാജയപ്പെട്ട കാര്യങ്ങളായിരിക്കാം, വിജയിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഏതായാലും ശരി, ഓരോ തവണ ഈ ചായ്വിന് വിധേയമാകും തോറും അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. അതായത് ഒരിക്കൽ നമ്മൾ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചു, വീണ്ടും നമ്മൾ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ നമ്മൾ അങ്ങനെ ആവർത്തിച്ച് പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ ശക്തി വർദ്ധിക്കും. അതേസമയം ഒരിക്കൽ എപ്പോഴെങ്കിലും ഒരു പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും വിജയത്തെക്കുറിച്ച്, നമ്മളെ ജീവിതത്തിലെ വിജയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, കൂടുതൽ ചിന്തിച്ചാൽ എന്തു ചെയ്യും, നമ്മളുടെ ആ ചായ്വ് നമ്മുടെ വിജയത്തിലേക്ക് പോകും. സ്വപ്നം കാണാൻ മാത്രം പോരാ, ലക്ഷ്യങ്ങൾ മാത്രം പോരാ, അത് വിജയിക്കുന്നതിനുള്ള വഴികൾ, നമ്മൾ കാണുന്ന സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ വിജയിക്കുമെന്നും, ആ വിജയിച്ച ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഒരു ഉദാഹരണം, ഞാനൊരു വലിയൊരു മജീഷ്യൻ ആവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനു വേണ്ടി ചെറിയൊരു ശ്രമം നടത്തുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മെൻ്റലിസ്റ്റ് ആവാൻ വേണ്ടി, എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റേജിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ഒരുപാട് പേര് എന്നെ കൈയടിക്കുന്നു, ഒരുപാട് ആൾക്കാർ വന്ന് എൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കുന്നു, സെൽഫി എടുക്കുന്നു. ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൻ്റെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും വലിയ ഫ്ലെക്സിൽ എൻ്റെ ഫോട്ടോയും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും, അപ്പോൾ ഞാൻ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഇങ്ങനെ ആ ഡ്രസ്സും എൻ്റെ കയ്യിലിരിക്കുന്ന വടിയും, ഇങ്ങനെ മനോചിത്രം കാണാൻ പറ്റണം. ഇങ്ങനെയാണ് നമ്മൾ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ പറയുന്ന കണക്റ്റ് ആവുന്നുണ്ടോ? നമ്മൾ അമേരിക്കയിൽ പോകുന്നതാണ് നമ്മൾ മനസ്സിൽ കാണുന്നെങ്കിൽ നമുക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി പെട്ടെന്ന് എത്തുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ആ ഫ്ലൈറ്റിൽ ചെന്നിറങ്ങുന്നതും അമേരിക്കക്കാരോട് സംസാരിക്കുന്നതും അമേരിക്കക്കാരുടെ വസ്ത്രങ്ങളും നമ്മൾ അവിടെ ഏത് വസ്ത്രമാണ് ഇട്ട് നിൽക്കേണ്ടത്, ഇങ്ങനെ അത് മനോചിത്രം അത്തരം രീതിയിൽ കണ്ടുകൊണ്ട് വരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലക്ഷ്യം നേടേണ്ടത്. അപ്പോൾ ഏത് ലക്ഷ്യമാണോ ആ ലക്ഷ്യത്തിന് വേണ്ടുന്ന, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിത്തീർന്നാൽ എന്തൊക്കെയാണോ നമ്മൾ അവിടെ ആകേണ്ടത് അത് ഇപ്പോഴേ സ്വപ്നം കാണണം. എന്നാലേ ഇത് കൂടുതൽ ശക്തമാകും. ഓരോ തവണ ഈ ചായ്വ് വീടുമ്പോഴും എന്ന് പറയുന്നത്. ഓക്കെ.